തലശ്ശേരി പെരിങ്ങത്തൂരിൽ കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ചൊക്ലി പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വളയം വാണിമേൽ സ്വദേശി സൂരജാണ് പിടിയിലായത്. 7 അംഗ അക്രമി സംഘമാണ് ബസ് കണ്ടക്ടറെ മർദ്ദിച്ചത് എന്നാണ് വിവരം. മിഥുൻ പിള്ള കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഏതാനും ദിവസം മുമ്പാണ് പെരിങ്ങത്തൂരിൽ വെച്ച് ബസ് കണ്ടക്ടറെ CPM പ്രവർത്തകരും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സംഘം ചേർന്ന് മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. കൂട്ടത്തിലൊരാളുടെ ഭാര്യയ്ക്ക് സ്റ്റുഡൻറ് പാസ് നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ക്രൂര മർദ്ദനം. തലയ്ക്കും ശരീരമാസകലം ക്രൂരമായി മർദ്ദനം അഴിച്ചുവിടുകയും തുടർന്ന് ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാവുന്നൊരു സാഹചര്യം പോലും ഉണ്ടായി. സംഭവവുമായി ബന്ധപ്പെട്ട് വധശ്രമത്തിന് ചൊക്ലി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് കേസിലെ 2 പ്രതികളെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. സൂരജ്, ബിനീഷ് എന്നീ 2 പേരെയാണ് ഈ അക്രമവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇവർ 2 പേരും അന്നേ ദിവസം ആസൂത്രിതമായി നടത്തിയ ഈ ഒരു അക്രമത്തിന് പിന്തുണ നൽകാനായി ബസ്സിന് പുറകെ ഇന്നോവയിൽ യാത്ര ചെയ്ത ആളുകളാണ് ഇവർ 2 പേരും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസിലെ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന 2 പേർ, അതായത് സവാദ് പെരിങ്ങത്തൂർ അതുപോലെ തന്നെ വിശ്വജിത്ത്, ഈ 2 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതികളെന്ന് നേരത്തെ പോലീസ് അടക്കം കണ്ടെത്തിയിരുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. 7 അംഗ സംഘമാണെന്ന ബസ്സിൽ കയറി കണ്ടക്ടറെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. 2 പേരെയാണ് ഇതിൽ പിടികൂടിയിരിക്കുന്നത്. അത് 2 പേരും ആകട്ടെ അന്നേ ദിവസം ഈ വണ്ടിക്ക് പുറകെ ഇന്നോവയിൽ ഇവരെ ഈ വാഹനത്തെ ഫോളോ ചെയ്ത ആളുകളാണ്. ബാക്കിയുള്ള പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ പണിമുടക്ക് നടത്തുകയാണ്. വിനോദ്, തീർച്ചയായും തലശ്ശേരിയിലാണ് ബസ് കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള.